ഇടയ്ക്ക് ഒന്ന് റിങ്സിൽ ഇടണം. അന്നേരം പിന്നെ വെള്ളം പോകുന്നിടം നോക്കണം. വെള്ളം തെളിഞ്ഞു കഴിയുമ്പോൾ പിന്നെ റിങ്സ് ബാക്ക് വാഷിൽ കിടക്കുന്നത് പിന്നെ റിങ്സിലോട്ട് ഇടുക. ഇത് ഫിൽറ്ററിലോട്ട് പോകുന്നത് ഇത് തുറക്കണം. ഇത് തുറന്നു കഴിയുമ്പോൾ മോട്ടറിലെ പ്രഷർ ഇവിടെ വന്നിട്ട് ഇതിൽ കൂടെ വന്നിട്ട് നേരെ ഫിൽറ്ററിൽ പോയിട്ടാ ബാക്ക് വാഷ് ആകുന്നത്. ഹായ് ഫ്രണ്ട്സ്. ഹായ്. അപ്പം ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ തുടങ്ങിയതിന് ശേഷം ഒരു 4-5 വീഡിയോ കഴിഞ്ഞ് ഞങ്ങളൊരു വാട്ടർ ഫിൽറ്ററിന്റെ വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പം അന്ന് ഞങ്ങൾക്ക് ഒരുപാട് കമന്റ്സുകൾ വന്നിട്ടുണ്ടായിരുന്നു. നമ്മുടെ വാട്സാപ്പിലും കമന്റ്സുകളൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. അപ്പൊ അത് ഒരുപാട് യൂസ്ഫുൾ വീഡിയോ ആണെന്ന് പറഞ്ഞുകൊണ്ടായിരുന്നു കൂടുതലും വന്നത്. പിന്നെ 1-2 വീഡിയോസ് ഒക്കെ നമുക്ക് വേറെ രീതിയിൽ ചെയ്യാൻ പറ്റുമോ എന്നൊക്കെ ചോദിച്ചുകൊണ്ട് വന്നിട്ടുണ്ടായിരുന്നു. പിന്നെ നമുക്ക് വന്നതെന്ന് വെച്ചാൽ 2 ഫിൽറ്റർ വെച്ചുള്ളത് ചെയ്യാൻ പറ്റുമോ എന്നൊക്കെ ചോദിച്ചു വീഡിയോ വന്നിട്ടുണ്ടായിരുന്നു. 2-ന്റെയും 3-ന്റെയും ഒക്കെ ചോദിച്ചായിരുന്നു. അങ്ങനെ ഞങ്ങള് നമ്മുടെ കയ്യിൽ ഇപ്പൊ ഒന്നേ ഉള്ളു. അപ്പം നമുക്ക് പെട്ടെന്ന് ഓടിച്ചെന്ന് ചെയ്യാൻ പറ്റുന്നിടത്തെല്ലാം നമുക്ക് ഒരു ഫിൽറ്റർ വെച്ചിരിക്കുന്ന ആ ഒരു ഇതേ ഉള്ളായിരുന്നു. 2 അതിൽ 3 ഒന്നും വെച്ചേക്കുന്ന നമുക്ക് പെട്ടെന്ന് അറിയത്തില്ലായിരുന്നു. അപ്പൊ ഞങ്ങൾ അങ്ങനെ വേറെ 1-2 പേരോടൊക്കെ തിരക്കിയപ്പോ അവര് പറഞ്ഞ് ഇന്നടത്തുണ്ട്. പക്ഷെ 2 ഫിൽറ്ററിന്റെ ഉണ്ടെന്ന് പറഞ്ഞു. പക്ഷെ നമുക്ക് അത് അങ്ങനത്തെ ചെയ്യാൻ ഒരു പെർമിഷൻ കിട്ടിയില്ലായിരുന്നു. അപ്പം അവര് സ്ഥലത്തില്ല, ആ വീട്ടിലുള്ള ആൾക്കാർ സ്ഥലത്തില്ലായിരുന്നു, അവര് വെളിയിലാണ്. അപ്പൊ അവരോട് പെർമിഷൻ ചോദിച്ചിട്ട് അവരുടെ അത്ര നമുക്കത് ചെയ്യാനായിട്ട് ഉള്ള ഒരിത് തന്നില്ല. അപ്പം നമ്മൾ വേറെ നോക്കുന്നുണ്ട്. അപ്പം നമ്മൾ തീർച്ചയായിട്ടും ആ ഒരു വീഡിയോ ഇടുന്നതാണ്. 2-3 ഫിൽറ്ററിന്റെ എങ്ങനെയാണ് ക്ലീൻ ചെയ്യുന്നതെന്നുള്ളത്. അപ്പൊ നമുക്ക് ആ വീഡിയോയ്ക്കകത്ത് ഒരുപാട് കമന്റ്സ് വന്നപ്പോൾ നമുക്കത് ഭയങ്കര സന്തോഷമായി. കാരണം ഇതിനെപ്പറ്റി അറിയാൻ ആഗ്രഹിക്കുന്ന ഒരുപാട് പേരുണ്ടല്ലോ. അതല്ല, അന്ന് ആ വീഡിയോ ചെയ്യുമ്പോ ഒരു സബ്സ്ക്രൈബർ പോലും ഇല്ല. ആ 1.5 ആഴ്ച 2 ആഴ്ചക്കുള്ളിൽ 1K ആയി. അവരെല്ലാരും സബ് ചെയ്തായിരുന്നെങ്കിൽ അന്ന് 1000-ന് വെളിയിൽ പോകാൻ. അതുകൊണ്ട് എല്ലാരും കാണുന്നവര് സബ് ചെയ്തിട്ട് വീഡിയോ കാണുക, ലൈക്ക് ചെയ്യുക. എന്നിട്ട് നമുക്ക് ആ വീഡിയോയ്ക്ക് വന്ന കമന്റ്സ് എന്ന് പറയുന്നത് മോട്ടറിന്റെ പ്രഷറിൽ എങ്ങനെ ഫിൽറ്റർ ചെയ്യാന്ന് ചോദിച്ചു. അതും ചെയ്തായിരുന്നു. എന്നാല് ഇപ്പോഴും ഒന്നോടൊന്ന് ചെയ്യാൻ വേണ്ടി മോട്ടറിന്റെ പ്രഷറിൽ എങ്ങനെ ഫിൽറ്റർ ചെയ്യുന്നതെന്ന് ഒന്നോടൊന്ന് ചെയ്യാൻ വേണ്ടി ഇപ്പൊ 2-3 പേര് വാട്സാപ്പിലും മെസ്സേജ് അയച്ച് വീഡിയോയ്ക്ക് അടിയിൽ കമന്റ് ആയിട്ട് ഇട്ട്. അപ്പൊ നമ്മൾ വിചാരിച്ചെന്നാ അതങ്ങനെ ചെയ്യാന്ന് വിചാരിച്ച്. ഞങ്ങളുടെ വീട്ടിലെന്ന് പറയുന്നത് ലൈൻ പൈപ്പാണ്. അപ്പൊ നമ്മള് വീട്ടില് ഇതുപോലെ വെള്ളം ഒരു ടാങ്കിനകത്ത് സേവ് ചെയ്തിട്ട് അവിടെ നിന്നാണ് നമ്മള് മോട്ടർ ഓൺ ചെയ്ത് ടാങ്കിനകത്തോട്ട് ചെയ്തിട്ട് അവിടെ നിന്നാണ് നമ്മൾ ഫിൽറ്റർ ചെയ്യുന്നത്. അപ്പൊ ആ വീഡിയോ കണ്ടാൽ മനസ്സിലാവും. അത് നല്ല വ്യക്തമായിട്ട് നമ്മൾ പറഞ്ഞു തരുന്നുണ്ട് ഏത് രീതിയിലാണ് വെള്ളം ഫിൽറ്റർ ചെയ്യുന്നുള്ളത്. പിന്നെന്ന് വെച്ചാൽ ഇപ്പം ഇൻ കേസ് നമ്മള് ഒരു വീട്ടിൽ ഇപ്പം ഫാമിലി ആയിട്ട് താമസിക്കുന്നവർക്ക് ഇപ്പം വീട്ടിൽ ആണുങ്ങളായിരിക്കും ചിലപ്പം വെള്ളം ഫിൽറ്റർ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. അവരിപ്പം ചിലപ്പം ജോലിക്ക് പോകുമ്പോൾ ആഴ്ചയിലൊക്കെ ക്ലീൻ ചെയ്യണം എന്നാ പറയുന്നത്. ചിലപ്പോൾ മാസത്തിലായിരിക്കും ക്ലീൻ ചെയ്യുന്നത്. ചിലവർക്ക് ഇത് ചെയ്യുമ്പോൾ പെട്ടെന്ന് ഓർമ്മ വരത്തില്ല ഏത് രീതിയിലാണ് ചെയ്യേണ്ടത്. ഞാൻ തന്നെ പല വീട്ടിലും ബ്ലോക്ക് ആയത് ഞാൻ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഞാൻ ഈ മുളോടി കൊണ്ടൊക്കെ പോകുന്ന പല വീട്ടിലും ഇതുപോലെ ബ്ലോക്ക് ആയിട്ട് ഞാൻ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അപ്പൊ നമ്മളുടെ ഈ വീഡിയോ കണ്ടിട്ട് അതൊന്ന് സേവ് ചെയ്തിടുവോ, അല്ലെങ്കിൽ വേറെ ആളുടെ ഫോണിലോട്ട് ഷെയർ ചെയ്തിടുവോ, അല്ലെങ്കിൽ വീട്ടിൽ വൈഫിന്റെ ഫോണിലോട്ട് ഷെയർ ചെയ്തിടുവോ, അങ്ങനെയൊക്കെ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് പെട്ടെന്ന് ഈ വീഡിയോ ഓപ്പൺ ചെയ്ത് നോക്കിയാൽ പെട്ടെന്ന് തന്നെ മനസ്സിലാകും. വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണണം. എന്നാലും നമുക്ക് അതിനകത്ത് വ്യക്തമായിട്ട് ഏതൊക്കെ രീതിയിലാണ് ഇത് ചെയ്ത് പോകുന്നത് എന്നുള്ളത് മനസ്സിലാവും. കാരണം ഞങ്ങൾക്ക് അറിയാവുന്ന ഒരു വീട്ടിൽ ഇതുപോലെ വെള്ളം ഫിൽറ്റർ ചെയ്യാതിരുന്ന് ബ്ലോക്കായി. അപ്പം ഇതുപോലെ ചെയ്തത് അവര് വേറെ അവിടെ വിളിച്ച് പറഞ്ഞു. അങ്ങനെ 3-4 അനുഭവമുണ്ട്. അങ്ങനെ അവര് വന്ന് നല്ലൊരു എമൗണ്ട് ആയിരുന്നു വാങ്ങിക്കാൻ ഉദ്ദേശിച്ചത്. പക്ഷെ ഇതിപ്പോ ആ കാര്യം ഇതുപോലെ ചേട്ടനോട് പറഞ്ഞ് അങ്ങനെ ഇത് ചേട്ടൻ ഞാൻ ക്ലീൻ ചെയ്ത് തരട്ടെ എന്ന് ചോദിച്ച്. അപ്പൊ അവര് പറഞ്ഞാൽ നോക്കാനെന്ന് പറഞ്ഞു. അങ്ങനെ 2-3 പ്രാവശ്യം വെള്ളം ഇതുപോലെ ഫിൽറ്റർ ചെയ്ത് ക്ലീൻ ചെയ്ത് എല്ലാം റെഡിയാക്കി. അപ്പൊ നമുക്ക് അറിയാം, ഒരുപാട് പേർക്ക് ഇതിനെപ്പറ്റി അറിയാം. ഈ ഫിൽറ്റർ ചെയ്യാൻ കറക്റ്റ് ആയിട്ട് അറിയാൻ വയ്യാത്ത ആൾക്കാരുണ്ടെന്ന് നമുക്ക് മനസ്സിലായി. അങ്ങനെയാണ് നമ്മൾ മെയിൻ ആയിട്ടും ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യാമെന്ന് ഉദ്ദേശിച്ചത്. അപ്പൊ നമ്മളുടെ മോട്ടറിന്റെ പ്രഷറിലും ടാങ്കിന്ന് വരുന്ന വെള്ളത്തിന്റെ പ്രഷറിൽ എങ്ങനെയാ ചെയ്യുന്നത് ഒന്നോടെ കാണിച്ചാൽ. അത് ഇവിടെ ചെയ്തിട്ടില്ല. കിഴക്ക് കരിയിലക്കുളമല്ലേ ചെയ്തേക്കുന്നത്. അവിടെ പോയി നമ്മളിപ്പോ ചെയ്യാന്നുള്ള ഉദ്ദേശത്തിലാണ്. ഇപ്പൊ കുറച്ച് നാളോട്ട് ഇത് ചെയ്യാന്ന് ഇങ്ങനെ വിചാരിച്ചിരുന്നായിരുന്നു. കുറച്ച് ഇതുകൊണ്ട് മുടങ്ങി നിൽക്കുമായിരുന്നു. അപ്പൊ നമ്മൾ ഇന്ന് എന്തായാലും അത് ചെയ്യാന്ന് വിചാരിച്ച്. അപ്പൊ നമ്മുടെ വീഡിയോ പുതുതായിട്ട് കാണുന്നവരാരെങ്കിലും ഉണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്.
വീഡിയോ ഫുള്ളായിട്ട് കാണുക, ലൈക്ക് ചെയ്യുക. എന്തെങ്കിലും കമന്റ്സോ കാര്യങ്ങളോ ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് എഴുതുക, തീർച്ചയായിട്ടും റിപ്ലൈ തരുന്നതാണ്. അപ്പം വീഡിയോയിലോട്ട് സമയത്ത് ഈ ബാക്ക് വാഷ് ചെയ്യുന്ന ഇതിൽ കൂടെ ബാക്ക് വാഷ് ചെയ്യുന്ന വെള്ളം വരുന്നത് ഇവിടെ ഇതുപോലൊരു ഓസ് കണക്ട് ചെയ്ത് ഇതൊരു കണക്ടറും കണക്ട് ചെയ്ത് ഇവിടെ ഓസ് കുത്തിക്കഴിഞ്ഞാൽ നമുക്ക് നല്ല രീതിയിൽ ഉണക്ക് സമയത്ത് ഏതിന് വേണേലും വെള്ളം ഒഴിക്കാം. ഇങ്ങനെ കൂടെ ഞങ്ങൾക്ക് നേരത്തെ വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. ഇങ്ങനെ കൂടെ ചെയ്ത് കഴിഞ്ഞാൽ നല്ലതായിരിക്കും. എന്നിട്ട് നമുക്ക് ഡെയിലി വെള്ളം ഒഴുപ്പും നടക്കും, ബാക്ക് വാഷും നടക്കും. വെള്ളം ഒഴുപ്പിന്റെ കൂട്ടത്തിൽ ബാക്ക് വാഷ് പിടിച്ചിട്ട് കഴിയുമ്പോൾ ഫിൽറ്ററും ക്ലീൻ ആവും, വെള്ളം ഒഴുപ്പും നടക്കും. ഉണക്ക് സമയത്ത് തെങ്ങിനോ ചെടികൾക്കോ ഇവിടെ അങ്ങനെ ചെയ്യാറുള്ളത്. ഇതിപ്പം ഞാൻ ഫിൽറ്റർ ചെയ്യുന്ന രീതിയില്ല ഞാനിപ്പോൾ പറഞ്ഞു തരുന്നത്. അതല്ല, വേറെ അറിയാവുന്ന രീതി ചെയ്യുന്നവരുണ്ടെങ്കിൽ, വേറെ രീതിയിലാണ് ചെയ്യുന്നുണ്ടെങ്കിൽ അതും കൂടി ഇന്ന് കമന്റായി രേഖപ്പെടുത്തണം. ഇതിപ്പോൾ ഞാൻ ചെയ്യുന്ന രീതി ഞാൻ കാണിച്ചു തരാം. ഞാൻ ഇതുപോലെ പലയിടത്തും ചെയ്ത് വിജയിച്ചിട്ടുണ്ട്. ബ്ലോക്കായ പല ഫിൽറ്റർ ഞാൻ ഇതുപോലെ ചെയ്ത വിജയിച്ചിട്ടുണ്ട്. ആ രീതി ഞാനിപ്പോൾ കാണിക്കുന്നത്. ഞാനിപ്പോൾ ഇത് കുറച്ച് വർഷമായിട്ട് ഉപയോഗിക്കുന്ന ഫിൽറ്റർ ഇതും എൻ്റെ വീട്ടിൽ ഇരിക്കുന്നത്. ഇതന്നേരം മോട്ടറിൽ നിന്ന് വരുന്ന പ്രഷറിലും പിന്നെ ടാങ്കിൽ നിന്ന് വരുന്ന പ്രഷറിലും എങ്ങനെയാണ് ചെയ്യുന്നത് കാണിച്ചു തരാം. അതിൻ്റെ വാൽവ് കറക്റ്റായിട്ട് തിരിക്കുന്ന മാത്രം ശ്രദ്ധിച്ചാൽ മതി, വേറെ ഒന്നുമില്ല. ഇനി അത് കാണിച്ചു തരാം. ഇവിടെ നിൽക്കാൻ സ്ഥലമില്ല, അതുകൊണ്ട് വലിയൊരു ബുദ്ധിമുട്ട്. ഇവിടെ ഷീറ്റ് വേലി, ഇവിടെ ഫിൽറ്റർ ഇരിക്കുന്നു. ഇവിടെ മൊത്തത്തിൽ 3 ഫിൽറ്റർ ഉണ്ട്, 3 വാൽവ് കൊടുത്തിട്ടുണ്ട്. ഒന്നിത് ഇത് മോട്ടറിൽ നിന്ന് ടാങ്കിലോട്ട് പോകുന്ന വാൽവാണ് ഇത് ഫിൽറ്ററിലോട്ട് ബാക്ക് വാഷിന് വേണ്ടി ചെയ്ത് വെച്ചേക്കുന്നതാണ്. പിന്നെ ഒരെണ്ണം ഇവിടെ കാണുന്നത് ഇത് ടാങ്കിൽ നിന്ന് വരുന്ന വാൽവ്. ഇത് ലോക്ക് ചെയ്ത് കഴിഞ്ഞാൽ ടാങ്കിലെ വെള്ളം ഫിൽറ്ററിനകത്തോട്ട് വരത്തില്ല. കാരണം മോട്ടറിന്റെ പ്രഷറിലാണ് ഇത് ബാക്ക് വാഷ് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ ആദ്യം ചെയ്യേണ്ടത് ഇത് ബ്ലോക്ക് ചെയ്യണം. ഈ ടാങ്കിൽ നിന്ന് വരുന്നതും ബ്ലോക്ക് ചെയ്യണം. ഇത് ഫിൽറ്ററിലോട്ട് പോകുന്നത് ഇത് തുറക്കണം. ഇത് തുറന്നു കഴിയുമ്പോൾ മോട്ടറിലെ പ്രഷർ ഇവിടെ വന്നിട്ട് ഇതിൽ കൂടെ വന്നിട്ട് നേരെ ഫിൽറ്ററിൽ പോയിട്ട ബാക്ക് വാഷ് ആകുന്നത്. അന്നേരം ഇത് തുറന്നു കൊടുക്കണം. അതല്ല, അത് ചെയ്യുന്ന ശ്രദ്ധിച്ച് വേണം. കാരണം വേറെ ഒന്നുമല്ല, മോട്ടർ ഓണാക്കിയിട്ടുണ്ട് ചെയ്യാൻ പോയി കഴിഞ്ഞാൽ ചിലപ്പോൾ പൈപ്പൊക്കെ അടിച്ചു പോകും. അതുകൊണ്ട് ശ്രദ്ധിച്ച് ചെയ്യണം. മോട്ടർ ഓണാക്കിയിട്ടുണ്ട് സുഖമായിട്ട് ചെയ്യാം. ചെയ്യുന്ന പറയുമ്പോൾ ആദ്യം ചെയ്യേണ്ടത് ഇത് തുറന്നിട്ട് ഇത് ലോക്ക് ചെയ്താൽ മതി. ലോക്ക് ചെയ്ത് കഴിയുമ്പം പെട്ടെന്ന് പ്രഷർ ഇങ്ങോട്ട് പോകും, ഇത് ലോക്കാവുകയും ചെയ്യും. അതല്ല, മോട്ടർ ഓഫ് ആക്കിയിട്ടാണ് ചെയ്യുന്നതെങ്കിൽ അത്രയും നല്ലതായിരിക്കും. ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ കുഴപ്പമില്ല. ശ്രദ്ധിക്കാതെ 2 വാൽവും ബ്ലോക്ക് ചെയ്ത് കഴിഞ്ഞാൽ പൈപ്പ് ചിലപ്പോൾ ഊരിപ്പോവുക പൊട്ടിപ്പോവുകയൊക്കെ ചെയ്യും. അതുകൊണ്ട് ശ്രദ്ധിച്ചു വേണം വാൽവ് അടയ്ക്കാനും തുറക്കാനും. അപ്പൊ നമ്മൾ ആദ്യം ചെയ്യേണ്ടതെന്ന് വെച്ചാല് ആദ്യം ചെയ്യേണ്ട മോട്ടറിന്റെ വാൽവ് ലോക്ക് ചെയ്യുക. രണ്ടാമത് ഈ ഫിൽറ്ററിനകത്തോട്ട് പോകുന്ന ഇത് വാൽവ് തുറന്നു കൊടുക്കുക. അതല്ല, ഇത് തുറന്നിട്ട് ഇത് ലോക്ക് ചെയ്യുന്ന ആയിരിക്കും നല്ലത്. മോട്ടർ ഓൺ ആക്കി ഇട്ടേക്കുവാണെങ്കിൽ ഓഫായി കിടക്കുക. അതുകൊണ്ട് ഞാനിങ്ങനെ കാണിക്കുന്നത്. അന്നേരം ടാങ്കിയിലോട്ട് പോകുന്ന ആ പൈപ്പും കൂടെ അങ്ങ് ലോക്ക് ചെയ്തേക്കണം. അല്ലെ പ്രഷർ അങ്ങോട്ടും കയറിപ്പോവും, ബാക്ക് വാഷ് നല്ലോണം നടക്കത്തില്ല. ഇത് ലോക്ക് ചെയ്ത് വെച്ചേക്കുക. പിന്നെ രണ്ടാമത് പിന്നെ ശ്രദ്ധിക്കേണ്ടത്, പിന്നെ അത് കഴിഞ്ഞാൽ പിന്നെ ഇത് ലോക്ക് ചെയ്യണം, മോട്ടറിന്റെ തുറക്കണം ബാക്ക് വാഷ് കഴിഞ്ഞ് കഴിയുമ്പോൾ. പിന്നെ ശ്രദ്ധിക്കേണ്ടത്, ഇപ്പൊ ടാങ്കിൽ നിന്ന് വരുന്ന വെള്ളത്തിന്റെ പ്രഷറല്ല ബാക്ക് വാഷ് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ ഇതിൽ രണ്ടേലും ഒന്നും ചെയ്യേണ്ട കാര്യമില്ല. ഇതും തുറന്നു വെച്ചേക്കുക. ഇത് തുറന്നു വെച്ചെങ്കിൽ ടാങ്കി വെള്ളം വരത്തുള്ളൂ. ഇത് തുറന്നു തന്നെ വെച്ചേക്കുക ഈ വാൽവ്. പിന്നെ ഇവിടെ വന്നിട്ട് ഇത് പിടിച്ച് ബാക്ക് വാഷിലോട്ടിടുക. ഇവിടുത്തെ കാര്യം ഇത്രയേ ഉള്ളൂ. ഇവിടെ പിടിച്ച് ബാക്ക് വാഷിലോട്ട് ഇടുക. ഇട്ട് കഴിഞ്ഞ് ചെറിയ രീതി ഏതാണ്ട് ഇതുപോലൊന്ന്, ഇത് ഞാൻ നേരത്തെ വീഡിയോ ചെയ്ത് എന്നാൽ ഒന്നുകൂടെ ഇപ്പൊ ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്. ചെറുതായിട്ട് ഇങ്ങനൊന്ന് കൊട്ടി കൊടുത്തു കഴിഞ്ഞാൽ പെട്ടെന്ന് ഈ അഴുക്കും ഇളകി പോകും. വലുതായിട്ട് അടിക്കരുത്, പൊട്ടിപ്പോവും. ചെറിയ രീതിയിൽ ഇങ്ങനെ കൊട്ടി കൊടുത്താൽ മാത്രം മതി. അത് കഴിഞ്ഞ് ഇടയ്ക്ക് ഒന്ന് പിടിച്ചൊന്ന് റിങ്സിലോട്ടൊന്ന് ഇട്ട് കൊടുക്കണം. ഇടയ്ക്ക് ഇട്ട് കൊടുത്താൽ മതി. ഇട്ട് കൊടുത്തിട്ടൊന്ന് പിടിച്ച് വീണ്ടും ബാക്ക് വാഷിൽ തന്നെ ഇടണം. അന്നേരം അഴുക്ക് പെട്ടെന്ന് ഇളകി പോകും. ഒന്ന് ഇളകി പെട്ടെന്ന് വരും. പിന്നെ ചെറുതായിട്ട് ഇങ്ങനെ കൊട്ടി കൊടുക്കും. പിന്നെ ഇതൊന്നും കൂടാതെ ആഴ്ചയിൽ ഒരു ദിവസം ചെയ്യുന്നതായിരിക്കും നല്ലത്. ആഴ്ചയിൽ ഒരു ദിവസം ചെയ്ത് കഴിഞ്ഞാൽ വലിയ കുഴപ്പം വരത്തില്ല, ബ്ലോക്ക് ആകത്തില്ല കൂടുതൽ. അങ്ങനെ വാഷിൽ ഇട്ട് കഴിഞ്ഞാൽ ഇടയ്ക്ക് ഒന്ന് റിങ്സിൽ ഇടണം. അന്നേരം പിന്നെ വെള്ളം
പോകുന്നിടത്ത് നോക്കണം. വെള്ളം തെളിഞ്ഞ് കഴിയുമ്പോൾ പിന്നെ ബാക്ക് വാഷി കിടക്കുന്നത് പിന്നെ റിങ്സിലോട്ട് ഇടുക. 2-3 സെക്കൻഡ് കഴിയുമ്പോൾ പിടിച്ച് പിന്നെ ഫിൽറ്ററിനകത്തോട്ടം കിട്ടാൽ മതി. ഫിൽറ്റർ കാര്യം കഴിയും. അത്രേ ഉള്ളൂ. ഇപ്പം ഞാൻ ചെയ്യുന്ന രീതിയാ. അതെല്ലാം ഈ വീഡിയോ കാണുന്നവർ വേറെ രീതിയിലൊക്കെ ചെയ്യുന്നുണ്ടെങ്കിൽ കമൻ്റായിട്ട് എഴുതുക. അപ്പം ഞാൻ ചെയ്യുന്ന രീതി വർഷങ്ങളായിട്ട് ചെയ്തുകൊണ്ടിരിക്കുന്ന രീതിയാണ് ഇത്. എനിക്ക് വിജയിച്ച രീതിയാണ്. എന്നുവെച്ചാൽ പലരെയും ബ്ലോക്കായി പറയും ഇതുപോലെ ചെയ്ത് വിജയിച്ചിട്ടുണ്ട്. അപ്പോൾ അത് വീഡിയോ സ്കിപ്പ് ചെയ്ത് കണ്ടെങ്കിൽ മാത്രമേ വാൽവിൻ്റെ മനസ്സിലാകത്തുള്ളൂ. പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. കമൻറ്റ് ചെയ്ത എല്ലാവർക്കും രണ്ടാമതല്ലേ ഇതിപ്പോൾ മൂന്നാമത്തെ വട്ടം വീഡിയോ ചെയ്യുന്ന. ഈ വീഡിയോ ചെയ്യാൻ കമൻ്റ് എഴുതിയ എല്ലാവർക്കും നന്ദിയുണ്ട്. സപ്പോർട്ട് ചെയ്തിരിക്കുന്ന എല്ലാവർക്കും 1000 നന്ദിയുണ്ട്. നന്ദിയും കിടപ്പാടും ഉണ്ട്. വീഡിയോ മാക്സിമം ഷെയർ ചെയ്യുക. പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക, കമൻറ്റായി രേഖപ്പെടുത്തുക. എന്തെങ്കിലും വിലപ്പെട്ട നിർദ്ദേശം വല്ലതും ഉണ്ടെങ്കിൽ കമൻറ്റായി രേഖപ്പെടുത്തുക. അഭിപ്രായങ്ങളെല്ലാം കമൻറ്റായി രേഖപ്പെടുത്തുക. അടുത്ത വീഡിയോ ആയിട്ട് എത്തുന്ന വരെ ഓക്കെ ബൈ.